ചക്കക്കുരു, മാങ്ങ, ചെമ്മീൻ, മുരിങ്ങക്ക. അപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി കലത്തിലേക്ക് ചക്കക്കുരു അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെള്ളം, പിന്നെ വേണ്ടത് ഉപ്പ്. ഇത്ര ഇട്ട് കൊടുത്തങ്ങാനിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തങ്ങാനിട്ട് അടച്ചു വെച്ച് വേവിക്കാൻ വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് ഉണ്ടാക്കിയെടുക്കുക. അതിനുവേണ്ടി ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചങ്ങാനിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ നേരത്തെ വേവിക്കാൻ വെച്ച ചക്കക്കുരു ഇവിടെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ, മുരിങ്ങക്കായ, ചെമ്മീൻ ഇത്രയും കൂടെ ഒന്നിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ നേരത്ത് പച്ചമുളകും ഉപ്പും ഇടേണ്ടതുണ്ട്. അത് ഞാൻ മറന്നു പോയതുകൊണ്ട് പിന്നീടാണ് അത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ദാ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിവിടെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ദാ ഇതൊക്കെ നന്നായി വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ അരപ്പ് നന്നായിട്ടൊന്ന് വേവണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വയ്ക്കാം. അരപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിൽക്കുള്ള താളിക്കാനുള്ളത് റെഡിയാക്കാം. അതിനുവേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, ഉലുവ പൊട്ടിച്ചെടുക്കുക, സവാള ചെറുതാക്കി അരിഞ്ഞതോ അല്ലെങ്കിൽ കുഞ്ഞുള്ളിയോ എടുക്കുക, കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടുങ്ങായിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോഴത്തേനും ഇതാ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ നന്നായി തിളച്ച് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ മൂപ്പിച്ച് വെച്ചതും കൂടെ അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്തോളൂ കേട്ടോ. അടിപൊളി ഒരു കറിയാണ് കേട്ടോ അത്. അപ്പം ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.